ഹലോ ഡിയേഴ്സ്, എല്ലാവർക്കും മേഘമൽഹാർ കഥയുടെ രണ്ടാമത്തെ ഭാഗത്തിലേക്ക് സ്വാഗതം. അപ്പോൾ ഫസ്റ്റ് ഭാഗം കാണാത്തവരത് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം കേട്ടോ. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം കമൻറ്റ് ചെയ്യണം കേട്ടോ. നല്ലതാണെങ്കിലും മോശമാണെങ്കിലും എല്ലാ അഭിപ്രായങ്ങളും കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്ക് കഥയിലോട്ട് കിടക്കാം. മാളുവിൻ്റെയും ആമയുടെയും അടുത്തേക്ക് വന്ന് ആ മാസ് വാണിങ്ങും കൊടുത്ത് തിരികെ ടേബിളിലേക്ക് നടക്കുമ്പോൾ ക്ലാസ്സിൽ ശ്വാസം വീഴുന്ന ശബ്ദം പോലും കേൾക്കാമായിരുന്നു. മാളുവിൻ്റെ തൊണ്ടയിലാകെ വെള്ളം വറ്റി. ആമി പേടിച്ച് വിറച്ച് മാളുവിനെ നോക്കി. അഭിമന്യു സാർ ടേബിളിൽ വെച്ചിരുന്ന അറ്റൻഡൻസ് രജിസ്റ്റർ കയ്യിലെടുത്തു. ക്ലാസ്സിലെ ഓരോരുത്തരുടെയും മുഖത്തേക്ക് ഗൗരവത്തിൽ നോക്കി അദ്ദേഹം പേരുകൾ വിളിക്കാൻ തുടങ്ങി. ഓരോരുത്തരും എഴുന്നേറ്റ് നിന്ന് വളരെ പതുങ്ങിയ ശബ്ദത്തിൽ പ്രസന്റ് സാർ എന്ന് പറയുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് സോനയുടെ പേര് വിളിച്ചപ്പോൾ അവള് പതിഞ്ഞ ശബ്ദത്തിൽ എന്തോ പറഞ്ഞിരുന്നു പോയി. ആദ്യത്തെ ആ ഷോ ഓഫും അഹങ്കാരവുമൊക്കെ സാറിൻ്റെ ഒറ്റ നോട്ടത്തിൽ കാറ്റിൽ പറന്നിരുന്നു. മാളവികക്കേ, ആ ഗാംഭീര്യമുള്ള ശബ്ദം കേട്ടതും മാളു ഞെട്ടിപ്പിടഞ്ഞെഴുന്നേറ്റു. പ്രസന്റ് സാർ, അവൾ വിറയ്ക്കുന്ന ശബ്ദത്തിൽ പറഞ്ഞു. അയാൾ അവളെ ഒന്ന് അടിമുടി നോക്കിയിട്ട് ഒട്ടും ഭാവവ്യത്യാസമില്ലാതെ അടുത്ത പേര് വിളിച്ചു. അറ്റൻഡൻസ് എടുത്ത ശേഷം സാറ് ക്ലാസ് എടുക്കാൻ തുടങ്ങി. എക്കണോമിക്സിലെ സപ്ലൈ ആൻഡ് ഡിമാൻഡ് തിയറിയാണ് വിഷയം. രാധാകൃഷ്ണൻ സാർ എടുക്കുമ്പോൾ താരാട്ടുപാട്ട് പോലെ തോന്നിയിരുന്ന അതേ വിഷയം അഭിമന്യു സാർ എടുത്തപ്പോൾ ക്ലാസ്സിൽ സൂചി വീണ കേൾക്കുന്ന നിശബ്ദതയായിരുന്നു. ആർക്കും ഉറക്കം വന്നിരുന്നില്ല എന്ന് മാത്രമല്ല, എല്ലാവരും കണ്ണുമിഴിച്ച് ബോർഡിലേക്കും സാറിലേക്കും തന്നെ നോക്കിയിരിപ്പാണ്. അയാളുടെ ശബ്ദത്തിലെ ആ ഒരു കനം തന്നെയായിരുന്നു അതിന് കാരണം. ഇടയ്ക്ക് ഓരോരുത്തരോടായി ചോദ്യങ്ങൾ ചോദിക്കുന്നുമുണ്ട്. ഉത്തരം കിട്ടാത്തവരെ കൊണ്ട് എഴുന്നേൽപ്പിച്ച് നിർത്തുകയും ചെയ്തു. ഭാഗ്യത്തിന് മാളുവിൻ്റെ അടുത്തേക്ക് ചോദ്യങ്ങളൊന്നും വന്നില്ല. ഈശ്വരാ, ഇതെന്തൊരു മനുഷ്യനാ! എൻ്റെ നെഞ്ചെടുപ്പ് ഇതുവരെ നിന്നിട്ടില്ല. ബോർഡിലേക്ക് നോക്കുന്നതിനിടയിൽ മാളു ആമയോട് പതുക്കെ മന്ത്രിച്ചു. മിണ്ടാതിരിക്ക് പെണ്ണെ, അയാളെങ്ങാനും കണ്ടാ നമ്മൾ രണ്ടിനെയും പിടിച്ച് പുറത്താക്കും. ആമി താക്കീത് നൽകി. ക്ലാസ് തീരാറായപ്പോഴേക്കും അടുത്ത അവറിനുള്ള ബെല്ലടിച്ചു. അഭിമന്യു സാറ് ചോക്ക് അവിടെ വെച്ച് കൈകളൊന്ന് തട്ടി. എന്നിട്ട് ടേബിളിലുണ്ടായിരുന്ന തൻ്റെ പുസ്തകങ്ങളും ഫോണും കയ്യിലെടുത്തു. ക്ലാസ്സിൽ നിന്ന് പുറത്തേക്ക് പോകുന്നതിന് മുൻപ് അയാൾ ക്ലാസ്സിലെ മുഴുവൻ കുട്ടികളെയും നോക്കി ഗൗരവത്തിൽ പറഞ്ഞു. നാളെ വരുമ്പോൾ കഴിഞ്ഞ ക്ലാസ്സുകൾ വരെയുള്ള നോട്ട്സ് എല്ലാവരും കംപ്ലീറ്റ് ആക്കി എൻ്റെ ടേബിളിൽ വെച്ചിരിക്കണം. ഒരു എക്സ്ക്യൂസും ഞാൻ കേൾക്കില്ല. ഇൻകംപ്ലീറ്റ് ആണെങ്കിൽ പിന്നെ ആരും എൻ്റെ ക്ലാസ്സിലേക്ക് വരാൻ നിൽക്കണ്ട. ക്ലിയർ? അയാളുടെ ആ ശബ്ദം മുഴങ്ങിയതും ക്ലാസ്സിലെല്ലാവരും ഒരുമിച്ച് പറഞ്ഞു, യെസ് സാർ. അയാൾ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. ആ വലിയ ഷൂസിൻ്റെ ശബ്ദം വരാന്തയിലൂടെ നടന്നു മറയുന്നത് വരെ ആരും ഒന്നും മിണ്ടിയില്ല. അയാളുടെ കാലൊച്ച പൂർണ്ണമായും കേൾക്കാതായതും ക്ലാസ്സിൽ ഒന്നിച്ച് വലിയൊരു നെടുവീർപ്പുയർന്നു. അമ്മച്ചിയെ, രക്ഷപ്പെട്ടു! ക്ലാസ് റെപ്പായ അഖിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് പറഞ്ഞു. മാളു അപ്പോഴാണ് ശ്വാസം നേരെ വിട്ടത്. ഡി ആമി, എനിക്കിതിൻ്റെ പഴയ നോട്ട്സൊക്കെ ഒന്ന് താടി. എനിക്കിന്ന് രാത്രി ഉറങ്ങാൻ പറ്റില്ല. ഇങ്ങനെ എന്തായാലും നാളെ എന്നെ കൊല്ലും എന്ന് പറഞ്ഞ് മാളു തലയിൽ കൈവച്ച് ഡെസ്കിലേക്ക് വീണു. അന്നത്തെ ബാക്കി ക്ലാസ്സുകളൊക്കെ എങ്ങനെയൊക്കെയോ കഴിഞ്ഞുപോയി. അപ്പോഴും മാളുവിൻ്റെയും ആമയുടെയും മനസ്സിൽ പുതുതായി വന്ന ആ കലിപ്പൻ സാറിൻ്റെ മുഖവും നാളെ കൊടുക്കേണ്ട നോട്ട്സിൻ്റെ കാര്യവും മാത്രമായിരുന്നു.
വൈകുന്നേരം ക്ലാസ് കഴിഞ്ഞതും ആമിയുടെ കയ്യിൽ നിന്നും എക്കണോമിക്സിൻ്റെ പഴയ നോട്ട്സൊക്കെ വാങ്ങി ബാഗിലാക്കി അവർ രണ്ടുപേരും ബസ് സ്റ്റോപ്പിലേക്ക് നടന്നു. എന്തായാലും നാളത്തെ ഫസ്റ്റ് അവർ കഴിയുന്നത് വരെ എനിക്ക് ശ്വാസം നേരെ വീഴില്ല ആമി. ബസ്സിൽ കയറി സീറ്റിലിരുന്നപ്പോഴും മാളുവിൻ്റെ ടെൻഷൻ മാറിയിരുന്നില്ല. നീ പേടിക്കാതെ പോയിരുന്ന് എഴുതാൻ നോക്ക്. ഞാനും വീട്ടിൽ പോയിട്ട് കുറച്ച് ഭാഗം കൂടെ എഴുതി തീർക്കാനുണ്ട്. ആമി അവളെ സമാധാനിപ്പിച്ചു. ബസ്സിറങ്ങി വീട്ടിലെത്തിയ ഉടനെ വലിയൊരു അത്ഭുതമാണ് അവിടെ സംഭവിച്ചത്. സാധാരണ കോളേജ് കഴിഞ്ഞ് വന്ന ബാഗും വലിച്ചെറിഞ്ഞ് നേരെ ടിവിയുടെ മുന്നിലേക്ക് പോകുന്ന മാളു ഇന്ന് നേരെ റൂമിൽ പോയി വേഗം ഫ്രഷായി വന്ന് പഠിക്കുന്ന ടേബിളിൽ പോയിരുന്നു. അതും പുസ്തകങ്ങളെല്ലാം തുറന്നു വെച്ച് ഭയങ്കര എഴുത്ത്. ഉമ്മറത്തിരുന്ന് ചായ കുടിക്കുകയായിരുന്ന അച്ഛൻ രാമചന്ദ്രൻ മകളുടെ മാറ്റം കണ്ട് അത്ഭുതത്തോടെ അമ്മയെ നോക്കുന്നുണ്ടായിരുന്നു. രാത്രി ഭക്ഷണമൊക്കെ കഴിഞ്ഞിട്ടും മാളു ടേബിളിൽ തന്നെ തുടരുകയാണ്. അപ്പോഴാണ് അവളുടെ അനിയൻ അപ്പു അങ്ങോട്ടേക്ക് വന്നത്. കുറേ നേരമായുള്ള ചേച്ചിയുടെ ഈ ഇരിപ്പും എഴുത്തും കണ്ട് അവനെന്തോ വല്ലാത്ത സംശയം തോന്നിയിരുന്നു. അല്ല, ഇന്ന് സൂര്യൻ പടിഞ്ഞാറാണോ ഉദിച്ചത്? അതോ ഇനി ലോകാവസാനം വല്ലതും അടുത്തോ? ഈ വീട്ടില് ഇതൊക്കെ കാണാൻ എനിക്ക് യോഗം ഉണ്ടായില്ല ഭഗവാനെ. അപ്പു നെഞ്ചത്ത് കൈവച്ച് വളരെ നാടകീയമായി പറഞ്ഞു. ഇത് കേട്ട് കലിപ്പ് കയറി മാളു അവനെ രൂക്ഷമായി ഒന്ന് നോക്കി. പോടാ അവിടുന്ന്. എൻ്റെ ടെൻഷൻ എനിക്കേ അറിയൂ. എനിക്ക് കുറെ എഴുതാനുണ്ട്. നീ ഒന്ന് പോയി തരാമോ? ഓഹോ, അപ്പം എൻ്റെ ചേച്ചിക്ക് പരീക്ഷ എടുത്തോ? അതോ ക്ലാസ്സിൽ നിന്ന് വല്ല പണി കിട്ടിയോ? അവൻ വീണ്ടും അവളെ ചൊടിപ്പിച്ചു. ഡാപ്പു, എൻ്റെ കയ്യിൽ നിന്ന് നീ മേടിക്കും, പറഞ്ഞില്ലാന്ന് വേണ്ട. മാളു കയ്യിലിരുന്ന പേനയെടുത്ത് അവനെ എറിയാൻ ഓങ്ങിയതും അവൻ ചിരിച്ചുകൊണ്ട് ഒറ്റ ഓട്ടമായിരുന്നു. ഈ ബഹളം കേട്ടാണ് അമ്മ പത്മജ ഒരു ഗ്ലാസ് പാലുമായി അങ്ങോട്ടേക്ക് വന്നത്. മേശപ്പുറത്തെ പുസ്തകങ്ങളുടെ മല കണ്ട് അമ്മയും ഒന്ന് അമ്പരന്ന് പോയി. എന്താ മോളെ ഇത്? പതിവില്ലാത്തൊരു വായനയും എഴുത്തും. നിനക്ക് ഇത്രയൊക്കെ നോട്ട്സ് എഴുതാനുണ്ടോ? പാല് ടേബിളിലേക്ക് വെച്ചുകൊണ്ട് അമ്മ ചോദിച്ചു. അമ്മയ്ക്കൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല. ഇന്ന് പുതിയൊരു സാറ് വന്നു, അഭിമന്യു. ഒരു ഒന്നൊന്നര കലിപ്പൻ. നാളെ രാവിലെ നോട്ട്സ് കൊടുത്തില്ലെങ്കിൽ എന്നെ ക്ലാസ്സിൽ കയറ്റില്ലെന്നാ പറഞ്ഞിരിക്കുന്നത്. എനിക്ക് ഉറങ്ങാൻ പോലും പറ്റില്ല അമ്മേ, മാളു വല്ലാത്തൊരു സങ്കടത്തോടെ പറഞ്ഞു. അതിന് നീ അന്നുള്ള കാര്യങ്ങൾ അപ്പപ്പോ എഴുതി വെക്കാത്തത് കൊണ്ടല്ലേ. പുതിയ സാറ് വന്നത് നന്നായി. ഇനിയെങ്കിലും നീ മടിയൊക്കെ മാറ്റുമല്ലോ എന്ന് ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അമ്മ റൂമിൽ നിന്നും പുറത്തേക്ക് പോയി. ആരും എന്നെ മനസ്സിലാക്കുന്നില്ലല്ലോ ദൈവമേ എന്ന് പിറുപിറുത്തുകൊണ്ട് മാള് വീണ്ടും നോട്ട്സ് എഴുതാൻ തുടങ്ങി. രാത്രി ഒരുപാട് വൈകിയായിരുന്നു. പുറത്ത് നല്ല മഴ പെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. തണുത്ത കാറ്റ് ജനാലയിലൂടെ റൂമിലേക്ക് വരുന്നുണ്ടായിരുന്നു. നോട്ട്സ് എഴുതി എഴുതി മാളുവിൻ്റെ കണ്ണുകൾ അടഞ്ഞു പോകുന്നുണ്ടായിരുന്നു. ഉറക്കം വന്ന് തല വെട്ടി വീഴുമ്പോഴും അഭിമന്യു സാറിൻ്റെ ആ ഗൗരവമുള്ള മുഖം ഓർമ്മ വരുമ്പോൾ അവൾ വീണ്ടും ഞെട്ടി കണ്ണു തുറന്ന് എഴുത്ത് തുടരും. എങ്ങനെയൊക്കെയോ പുലർച്ചെ ആയപ്പോഴേക്കും ആ നോട്ട്സ് അവൾ എഴുതി തീർത്തു. പേന അവിടെ തന്നെ ഇട്ട് പുസ്തകങ്ങൾക്ക് മുകളിലേക്ക് തന്നെ തലവെച്ച് അവൾ അഗാധമായ ഉറക്കത്തിലേക്ക് വീണു. രാവിലെ അലാറം അടിക്കുന്നത് കേട്ടാണ് മാളു ഞെട്ടി എഴുന്നേറ്റത്. സമയം 7:30 കഴിഞ്ഞിരിക്കുന്നു. രാത്രി മുഴുവൻ ഉറക്കമൊഴിച്ചതുകൊണ്ട് എഴുന്നേൽക്കാൻ വൈകി. വേഗം ബാത്റൂമിലേക്ക് ഓടി കുളിയൊക്കെ കഴിഞ്ഞ് റെഡിയായി. മേശപ്പുറത്ത് രാത്രി എഴുതി വെച്ച
ആ വലിയ നോട്ട് ബുക്കും വലിച്ചെടുത്ത് ബാഗിലിട്ട് അവൾ ഒറ്റയോട്ടമായിരുന്നു. അപ്പുവിനെയോ അമ്മയോ ഒന്ന് കാത്തു നിന്നുപോലുമില്ല. എന്തായാലും നോട്ട്സ് കംപ്ലീറ്റ് ആക്കിയതിൻ്റെ വലിയൊരു ആശ്വാസം അവളുടെ മുഖത്തുണ്ടായിരുന്നു. കോളേജിലെത്തുമ്പോൾ തന്നെ ഫസ്റ്റ് അവർ തുടങ്ങാനുള്ള ബെല്ലടിച്ചിരുന്നു. കിതച്ചുകൊണ്ട് അവൾ ക്ലാസ്സിലേക്ക് കയറി ആമയുടെ അടുത്തിരുന്നു. കുറച്ചു കഴിഞ്ഞതും വരാന്തയിൽ ആ കാൽവെപ്പുകളുടെ ശബ്ദം കേട്ടു തുടങ്ങി. അഭിമന്യു സാർ. ക്ലാസ്സിലേക്ക് കയറി വന്ന സാറിൻ്റെ മുഖത്ത് ഇന്നലത്തേക്കാൾ വലിയ ഗൗരവമായിരുന്നു. ഒരു നിമിഷം കൊണ്ട് ക്ലാസ്സിലൊരു ശ്മശാന മൂകത പരന്നു. നോട്ട്സ് കംപ്ലീറ്റ് ചെയ്തവർ ഓരോരുത്തരായി എൻ്റെ ടേബിൾ കൊണ്ടുവന്ന് വയ്ക്കുക. യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ സാറ് പറഞ്ഞു. എല്ലാവരും പേടിച്ച് വിറച്ച് വരിവരിയായി പോയി നോട്ട്സ് വെച്ചു. മാളുവും വലിയൊരാശ്വാസത്തോടെ താൻ രാത്രി മുഴുവൻ കഷ്ടപ്പെട്ട് എഴുതിയ ആ ബുക്ക് ടേബിളിൽ വെച്ചു. ഇനിയിപ്പോൾ ഇങ്ങേർക്ക് എന്നൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ, രാത്രി മുഴുവൻ ഉറങ്ങാതെ എഴുതിയതല്ലേ എന്നൊരു ചെറിയ അഹങ്കാരത്തോടെ അവൾ ആമയെ നോക്കി ഒന്ന് കണ്ണടച്ച് കാണിച്ചു. എല്ലാവരും സീറ്റിൽ പോയിരുന്നതും അഭിമന്യു സാർ ഓരോ ബുക്കും തുറന്ന് മറിച്ചു നോക്കാൻ തുടങ്ങി. പെട്ടെന്ന് അയാളുടെ കൈകൾ ഒരു ബുക്കിൽ ഉടക്കി നിന്നു. അയാളുടെ മുഖത്തെ പേശികൾ വലിഞ്ഞു മുറുകുന്നത് കുട്ടികൾക്ക് കാണാമായിരുന്നു. കണ്ണുകളിൽ തീ പാറുന്നത് പോലെ. അയാൾ മെല്ലെ തലയുയർത്തി മാളുവിനെ നോക്കി. ആ നോട്ടം കണ്ടതും മാളുവിൻ്റെ നെഞ്ചൊന്ന് കാളി. മാളവികക്കേ, കമ്മിയർ. ആ ക്ലാസ് മുഴുവൻ കുലുങ്ങുന്ന തരത്തിലുള്ള വലിയൊരു അലർച്ചയായിരുന്നു അത്. ആ ശബ്ദത്തിൽ മുൻബെഞ്ചിലിരുന്ന കുട്ടികൾ വരെ ഞെട്ടി വിറച്ചുപോയി. മാളുവിൻ്റെ കാൽമുട്ടുകൾ കൂട്ടിയിടിക്കാൻ തുടങ്ങി. അവൾ പേടിച്ച് വിറച്ച് ടേബിളിന് അരികിലേക്ക് ചെന്നു. എന്താണിത്? തന്നെ കൊണ്ട് ഞാൻ ഇതാണോ കൊണ്ടുവരാൻ പറഞ്ഞത്? അത്രയും അലറിക്കൊണ്ട് അയാൾ ആ ബുക്ക് ഡെസ്കിലേക്ക് വലിച്ചെറിഞ്ഞു. ബുക്ക് തുറന്നു കിടന്നു. അത് കണ്ടതും മാളുവിൻ്റെ തല കറങ്ങിപ്പോയി. അതവൾ രാത്രി എഴുതിയ എക്കണോമിക്സ് നോട്ട്സ് ആയിരുന്നില്ല. പകരം അപ്പുവിൻ്റെ 10ാം ക്ലാസ്സിലെ പഴയൊരു നോട്ട് ബുക്കായിരുന്നു. രാവിലെ ഉറക്കച്ചടവിൽ ടേബിളിൽ നിന്ന് അവൾ എടുത്തത് മാറിപ്പോയതാണ്. അതുമാത്രമല്ല, ആ തുറന്നു കിടക്കുന്ന പേജിൽ അപ്പു വലിയ അക്ഷരത്തിൽ ഒരു പടം വരച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. ഒരു വലിയ കൊമ്പുള്ള രാക്ഷസന്റെ പടം. അതിനു താഴെ ഭൂതം എന്നും എഴുതിയിട്ടുണ്ട്. അഭിമന്യു സാറ് കണ്ടത് അതാണ്. നീ എന്നെ കളിയാക്കുകയാണോ? നിനക്ക് എത്ര ധൈര്യമുണ്ട് എൻ്റെ ക്ലാസ്സിൽ ഇങ്ങനെ ചെയ്യാൻ? സാറ് ദേഷ്യം കൊണ്ട് വിറയ്ക്കുന്നുണ്ടായിരുന്നു. ഡെസ്കിൽ വലിയ ശബ്ദത്തിൽ ആഞ്ഞടിച്ചുകൊണ്ട് അയാൾ വീണ്ടും അലറി. ഒരു സീരിയസ്നെസ്സും ഇല്ലാതെ പഠിക്കാൻ വന്നിരിക്കണു. നീയൊക്കെ എന്തിനാ കോളേജിൽ വരുന്നത്? വെറുതെ ബാക്കിയുള്ളവരെ മെനക്കെടുത്താനായിട്ട്. ഗെറ്റ് ഔട്ട് ഓഫ് മൈ ക്ലാസ്. ഇനി എൻ്റെ ക്ലാസ്സിൽ നിന്നെ കണ്ടുപോകരുത്. ആ അലർച്ചയിൽ മാളുവിൻ്റെ കണ്ണിൽ നിന്ന് അറിയാതെ കണ്ണുനീർ ഒഴുകി തുടങ്ങിയിരുന്നു. അവൾക്ക് ഒരക്ഷരം പോലും മറുപടി പറയാൻ കഴിഞ്ഞില്ല. ക്ലാസ്സിലെ എല്ലാവരും ശ്വാസം അടക്കി പിടിച്ച് മാളുവിനെ തന്നെ നോക്കി നിൽക്കുകയാണ്. വല്ലാത്തൊരു അപമാനം കൊണ്ട് അവളുടെ മുഖം ചുവന്നു. അവളുടെ ശരീരം വിറയ്ക്കുന്നുണ്ടായിരുന്നു. താൻ എങ്ങനെയൊക്കെയോ കഷ്ടപ്പെട്ട് തീർത്ത നോട്ട്സ് ഇപ്പോൾ എല്ലാവരുടെയും മുന്നിൽ ഒരു തമാശയായി മാറിയിരിക്കുന്നു. അവൾ തല താഴ്ത്തി വേഗത്തിൽ ക്ലാസ്സിന് പുറത്തേക്ക് നടക്കുമ്പോൾ അവസാന ബെഞ്ചിലിരുന്ന സോനയും അവളുടെ ഗ്യാങ്ങും പരസ്പരം നോക്കി കള്ളച്ചിരി ചിരിക്കുകയായിരുന്നു. സോന തൻ്റെ കൂട്ടുകാരിയുടെ ചെവിയിൽ എന്തോ മന്ത്രിച്ചുകൊണ്ട് പൊട്ടിച്ചിരിച്ചു. കൊള്ളാം, ഇന്നലെ ക്യാൻറ്റീനിലിരുന്നപ്പോൾ എന്തായിരുന്നു ഇവളുടെ ഒരു അഹങ്കാരം?
ഇന്ന് സാറതങ്ങ് മാറ്റിക്കൊടുത്തു. അവരുടെ ആ പരിഹാസച്ചിരികൾ മാളുവിൻ്റെ കാതുകളിൽ ഈയമുരുക്കി ഒഴിച്ചതുപോലെയാണ് അനുഭവപ്പെട്ടത്. അവൾക്ക് അവിടെ നിൽക്കാൻ കഴിഞ്ഞില്ല. ഓട്ടപ്പാച്ചിലിൽ എന്ന പോലെ അവൾ ക്ലാസ് വിട്ട് പുറത്തേക്ക് ഓടി. വരാന്തയിലൂടെ നടക്കുമ്പോൾ എവിടെ നിന്നൊക്കെ തന്നെയുള്ള പരിഹാസച്ചിരി കുത്തുവാക്കുകളും അവളുടെ ചെവിയിൽ അലയടിച്ചു. ഒടുവിൽ കോളേജിൻ്റെ പിൻവശത്തുള്ള വലിയ മരത്തിൻ്റെ ചുവട്ടിൽ അവൾ തളർന്നിരുന്നു. അവൾ പൊട്ടിക്കരഞ്ഞു. താൻ എന്ത് തെറ്റ് ചെയ്തു? ഒരു ബുക്ക് മാറിപ്പോയത് ഇത്ര വലിയ കുറ്റമാണോ? അഭിമന്യു സാറിൻ്റെ ആ മുഖം ഓർക്കുമ്പോൾ അവൾക്ക് പേടിയും ദേഷ്യവും ഒരേ സമയം തോന്നി. തുടരും. ഹലോ ഡിയേഴ്സ്, കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് കേട്ടോ. കഥ ഇവിടെ കഴിഞ്ഞു. നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യേണ്ടവർക്ക് സ്കിപ്പ് ചെയ്യാം കേട്ടോ. കഥ കഴിഞ്ഞേ. അപ്പോൾ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട്, അത് പറയാനായിരുന്നു. അതായത് ഞാൻ കുറച്ച് കമൻസ് കണ്ടിരുന്നു, മാംഗല്യം കഥ എത്ര പെട്ടെന്ന് അവസാനിപ്പിക്കേണ്ടിയിരുന്നില്ല, കുറച്ചുകൂടി ലെങ്ത് കൂട്ടായിരുന്നു എന്ന്. സത്യം പറഞ്ഞാൽ മുമ്പ് കുറച്ച് അതായത് നമ്മുടെ പാട്ടിങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത്, മാംഗല്യം കഥ പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് കുറച്ച് കമൻസ് ഞാൻ കണ്ടിരുന്നു. അതായത് ഇത്രയും വലിച്ചു നീട്ടണ്ട, പെട്ടെന്ന് അവസാനിപ്പിച്ചുകൂടെ എന്നുള്ള രീതിയിൽ കുറച്ച് കമൻസ് കണ്ടതുകൊണ്ടാണ് ഞാൻ പിന്നെ അത് കൂടുതൽ അങ്ങനെ നിങ്ങൾക്ക് ബോറിങ് ആക്കണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു ആ പ്ലോട്ട് കഴിഞ്ഞപ്പോൾ തന്നെ ഞാനത് നിർത്തിയത് കേട്ടോ. കാരണം ഇനിയിപ്പോൾ 1-2 പാട്ട് കൂടി ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് ബോറടിക്കുമോ അല്ലെങ്കിൽ ഒരു സീരിയൽ പോലെ കുറച്ച് വലിച്ചു നീട്ടലാവുമോ എന്ന് എനിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു. നിങ്ങൾക്ക് ഇനി ഇഷ്ടപ്പെടാതിരുന്നാലോ എന്നുള്ള ഒരു ടെൻഷൻ. അതുകൊണ്ടായിരുന്നു ഞാൻ പെട്ടെന്ന് തന്നെ ആ പ്ലോട്ട് കഴിഞ്ഞപ്പോൾ അവസാനിപ്പിച്ചത് കേട്ടോ. ശരിക്കും എന്താ, ഞാൻ അങ്ങനെ ഒരുപാട് നിങ്ങളെ ബുദ്ധിമുട്ടിക്കരുതെന്ന് കരുതിയിട്ടാട്ടോ അങ്ങനെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്കത് കൂടുതൽ ഇഷ്ടപ്പെട്ടു എന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ ഇനി വരുന്ന കഥകളിൽ ഞാൻ എന്തായാലും കുറച്ചുകൂടി ലവ് സീൻസും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടി ആഡ് ചെയ്യുന്നതായിരിക്കും കേട്ടോ. അതെനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യണം. അത് നല്ലതാണെങ്കിലും അതുപോലെ തന്നെ ഇമ്പ്രൂവ് ചെയ്യണം എന്നുള്ള എന്ത് കാര്യങ്ങളാണെങ്കിലും നിങ്ങൾക്ക് ധൈര്യമായിട്ട് കമൻറ്റ് ചെയ്യുക. എന്നാൽ മാത്രമാണ് ഇനി ഞാൻ എങ്ങനെയൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം എന്ന് എനിക്ക് അറിയുള്ളൂ. അതുപോലെ തന്നെ കുറച്ച് സ്പീഡ് കൂട്ടണം കഥ പറയുമ്പോൾ എന്ന് പറഞ്ഞിരുന്നു. ഞാൻ ഇന്നും ഇന്നലെയും പുതിയ കഥ തുടങ്ങിയത് മുതൽ ഞാൻ കുറച്ച് സ്പീഡ് കൂട്ടിയിട്ട് തന്നെയാണ് പറയുന്നത്. ഇത് നിങ്ങൾക്ക് ഓക്കെ ആണോ എന്ന് പറയണം. അതുപോലെ തന്നെ വേറെ എന്തൊക്കെ സജഷൻസ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പറയാം കേട്ടോ. ഇതും ഉറപ്പായിട്ടും നല്ലൊരു കഥ തന്നെയായിരിക്കും, നിങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്ന് എനിക്കൊരു വിശ്വാസമുണ്ട്. അപ്പോൾ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ അഭിപ്രായങ്ങളൊക്കെ. അതുപോലെ തന്നെ ലൈക്ക് ചെയ്യുക, എപ്പോഴും പറയുന്നത് പോലെ സബ്സ്ക്രൈബ് ചെയ്യുക, ഹൈപ്പ് കൊടുക്കാൻ പറ്റുകയാണെങ്കിൽ ഹൈപ്പ് കൂടി കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ അടുത്ത ഭാഗമായിട്ട് ഞാൻ നാളെ വരാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു ഞാൻ വിചാരിക്കുന്നു. ഇന്നലെ വീഡിയോയ്ക്കൊക്കെ കുറച്ച് കുറവായിരുന്നു റെസ്പോൺസ്. ശരിക്കും എനിക്കതൊരു ഡിസപ്പോയിൻമെൻ്റ് ആയിട്ടോ, കാരണം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. അതുകൊണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഉറപ്പായിട്ടും കമൻറ്റ് ചെയ്യണം കേട്ടോ. ഓക്കെ, ബായ്. നമുക്ക് അടുത്ത പാട്ടായിട്ട് നാളെ കാണാം.